ഹലോ ഗൈസ്, വെൽക്കം ടു മേക്ക് സ്റ്റുഡിയോ. കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി ഫുട്ബോൾ ലോകം ഒന്നടങ്കം ചർച്ച ചെയ്യുന്ന ഒരു താരം തന്നെയാണ് മലയാളി ഗോൾ കീപ്പർ സച്ചിൻ സുരേഷ്. ചെന്നൈയിൻ എഫ്സിക്കെതിരായ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എവേ പോരാട്ടത്തിൽ തോളലിന് പരിക്കേറ്റ് കളിക്കളം വിട്ട മലയാളി ഗോൾ കീപ്പർ ഇനി എന്ന് തിരികെ വരുമെന്ന തരത്തിലാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇവാൻ വിക്കോമനോവിച്ചിൻ്റെ അടക്കം പ്രസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ പാർട്ട്ണറായിട്ടുള്ള മനോരമ ന്യൂസ് ഒരു റിപ്പോർട്ട് നൽകിയിട്ടുണ്ടായിരുന്നു. സച്ചിൻ സുരേഷ് ISL 2024 ഇനി കളിക്കാനുള്ള പോസിബിലിറ്റീസ് വളരെ അധികം കുറവാണ്. തോളലിന് പരിക്കേറ്റ് ചെന്നൈക്കെതിരെ പോരാട്ടത്തിൽ 37-ാം മിനിറ്റിലായിരുന്നു ബ്ലാസ്റ്റേഴ്സിൻ്റെ നമ്പർ 1 ഗോൾ കീപ്പർ കളിക്കളം വിട്ടത്. തോളലിന് പരിക്കേറ്റതിനാൽ തന്നെ സ്കാനിങ് ഒക്കെ കഴിഞ്ഞ് ഏതാണ്ട് 41 ദിവസത്തോളം അദ്ദേഹത്തിന് റെസ്റ്റ് വേണ്ടി വരുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഏതാണ്ട് ഈ ഒരു സീസൺ ഇനി അദ്ദേഹത്തിന് കേരള നിരയിൽ കളിക്കാൻ സാധിച്ചേക്കില്ല. ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ബ്ലാസ്റ്റേഴ്സിൻ്റെ കയ്യിലുള്ള വജ്രായുധം തന്നെയായിരുന്നു ബ്ലാസ്റ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ നമ്പർ 1 ഗോൾ കീപ്പർ സച്ചിൻ സുരേഷ്. ബ്ലാസ്റ്റേഴ്സിൽ നിന്നും പരിക്ക് മൂലം റോൾഡ് ഔട്ടായ താരങ്ങളിലേക്ക് സച്ചിൻ്റെ പേര് കൂടി ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. എന്നാൽ ദിമിത്രിയോസ് ഡയമന്തക്കോസിൻ്റെയും മാർക്കോ ലെസ്കോവിച്ചിൻ്റെയും കാര്യത്തിലും അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. മാർക്കോയുടെ കാര്യത്തിൽ നേരത്തെ തന്നെ ഇവാൻ വിക്കോമനോവിച്ച് പ്രസ് മീറ്റിംഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹാംസ്ട്രിങ് ഇഞ്ചുറി മൂലമായിരുന്നു അന്ന് താരം കളിക്കളം വിട്ടത്. എന്നാൽ താരത്തിന് വലിയ കുഴപ്പമൊന്നുമില്ല എന്നും അടുത്ത മത്സരത്തിൽ 25-ാം തീയതി കൊച്ചിയിൽ ഗോവയ്ക്കെതിരെ നടക്കുന്ന പോരാട്ടത്തിൽ ലെസ്കോ തിരികെ കളിക്കളത്തിലേക്ക് വരുമെന്നും ഇവാൻ കഴിഞ്ഞ ചെന്നൈക്കെതിരെ മത്സരത്തിന് തൊട്ട് നടന്ന പ്രസ് മീറ്റിംഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദിമിയുടെ കാര്യത്തിലും ഇപ്പോൾ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. ദിമിക്കും കാര്യമായ പരിക്കുകളൊന്നുമില്ല. അദ്ദേഹം FC ഗോവയ്ക്കെതിരായ അടുത്ത മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് നിരയിലുണ്ടാകും. എന്നാൽ സച്ചിൻ സുരേഷ് ഏതാണ്ട് ഈ ഒരു സീസൺ റോൾഡ് ഔട്ടായി പോയിരിക്കുകയാണ്. പക്ഷേ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് അത്ര നിരാശകൾ വേണ്ട. കാരണം നമുക്കറിയാം, എക്സ്പീരിയൻസ്ഡ് താരമായിട്ടുള്ള കരൺജിത്ത് സിംഗ് ബ്ലാസ്റ്റേഴ്സ് നിരയിലുണ്ട്. കഴിഞ്ഞ മത്സരത്തിലും സച്ചിൻ പുറത്തായി പോയപ്പോൾ കരൺജിത്ത് ആയിരുന്നു ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ വല കാക്കാനെത്തിയത്. സോ എക്സ്പീരിയൻസ് ഉള്ള കരൺജിത്തിൻ്റെ സേവനം ഇനി ബ്ലാസ്റ്റേഴ്സിന് നേടാം. സച്ചിൻ സുരേഷ് ഉള്ളതിനാൽ തന്നെ ഒരു മത്സരം പോലും ബ്ലാസ്റ്റേഴ്സ് നിരയിൽ കളിക്കാൻ സാധിക്കാതിരുന്ന കരൺജിത്തിനെ സംബന്ധിച്ച് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിൻ്റെ വിശ്വാസം വീണ്ടെടുക്കാൻ ഇനിയുള്ള മത്സരങ്ങൾ. ബ്ലാസ്റ്റേഴ്സിന് അടുത്ത മത്സരം ഫെബ്രുവരി 25-ാം തീയതി കരുത്തറായ FC ഗോവയ്ക്കെതിരെ സ്വന്തം തട്ടകമായ കൊച്ചിയിലാണ്. നമുക്കറിയാം, പഞ്ചാബ് FCക്കെതിരെ പോരാട്ടത്തിലായിരുന്നു കൊച്ചിയിൽ ഈ സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യ തോൽവി ഏറ്റുവാങ്ങിയത്. കരുത്തരായ ഗോവയ്ക്കെതിരെ മത്സരത്തിന് സ്വന്തം തട്ടകത്തിൽ ഇറങ്ങുമ്പോൾ പദ്ധതികളിൽ ഇവാൻ വിക്കോമനോവിച്ച് വരുത്തേണ്ട മാറ്റങ്ങളൊക്കെ നമുക്ക് വഴിയറിയാം. എന്നിരുന്നാലും നിരാശയോടെ തന്നെ പറയാം, സച്ചിൻ സുരേഷ് ഇനിയൊരു സീസണിൽ ബ്ലാസ്റ്റേഴ്സ് നിരയിൽ ഉണ്ടായേക്കില്ല.